നിൽക്കാൻ. ഏയ് വൈക, അങ്ങനെ ഓടണ്ട. അപ്പം കണ്ടാവുന്നത് നല്ലതല്ല. വേണ്ട. നമസ്കാരം. ഞങ്ങൾ നാട്ടിൽ നിന്നാ, കേരളത്തിൽ നിന്ന്. ഞങ്ങൾക്ക് അപ്പൻ മേനോനോടൊന്ന് സംസാരിക്കണം. സ്ട്രേറ്റ് ടു ദി പോയിന്റ്. എക്സ് എം പി വരദരാജ ചെട്ടിയാർ, എക്സ് എം എൽ എ ബാലസിംഗം, യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി, മൂന്നാളെയും ശിവഗംഗ ഇൻസിഡന്റിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത അപ്പൻ മേനോന്റെ നടപടിയെ അഭിനന്ദിക്കുകയാണ് മലയാളികളായ ഞങ്ങൾ ചെയ്യേണ്ടത്. മുല്ലപ്പെരിയാർ ഇഷ്യൂയിൽ നമ്മളെ തമിഴ്നാട് മൂക്കുകൊണ്ട് ശ്രാമ്പിക്കൽ ഭാസ്കരൻ എന്ന് എഴുതിക്കുമ്പോ പ്രത്യേകിച്ചും. പക്ഷേ മേന്നെ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും വമ്പന്മാരെ വിറപ്പിച്ച് തമിഴ് മണ്ണിക്കിടന്ന് വിലസുമ്പോ തോളിത്തട്ടി അഭിനന്ദിക്കാനല്ല ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഡീൽ ഉറപ്പിക്കാൻ, റെഡി ക്യാഷ് കച്ചവടം നടത്തി ദോസ്തിയാവാൻ. എത്ര വേണമെങ്കിലും ചോദിക്കാൻ തനിക്ക്. എത്ര ചോദിച്ചാലും തരും. പകരം ഞാൻ ചെയ്തു തരേണ്ടത് അത് പറഞ്ഞില്ല ആരും. ശിവഗംഗ, അവിടെ നടന്ന കൊലപാതകങ്ങളിൽ പിടിച്ച് താൻ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചർച്ചകൾ അത് അബോർട്ട് ചെയ്യണം, ഉദരത്തിൽ വെച്ച് തന്നെ. ശിവഗംഗയിൽ നടന്ന കൊലപാതകങ്ങൾ ശരിയാണ്, പാടില്ലായിരുന്നു. പക്ഷേ അവരാ സ്ഥലം ഒഴിയില്ലെന്ന് വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? കൊല്ലണം, കൊന്നു തന്നെ തീർക്കണം. ജീവന്റെ അവകാശം സ്റ്റേറ്റിന്. അത് പഴയ സങ്കല്പം. ഇപ്പൊ അത് നിങ്ങൾക്കാണ്, അധികാരം കൈയാളുന്ന രാഷ്ട്രീയക്കാർക്ക്. എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്തു തന്നെ വേണം നാടിനെ നിങ്ങൾ മുന്നോട്ട് നയിക്കാൻ. ലുക്ക് മിസ്റ്റർ മേനോൻ, സ്പെഷ്യൽ എക്കണോമിക് സോൺ അതാണ് ശിവഗംഗയിൽ വരാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതി. ഇതിൽ ദേശഭേദങ്ങളില്ല. നല്ലതാണ്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മാത്രം മതി വഴക്ക്. അഴിമതിയുടെ കാര്യത്തിൽ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ഇന്ത്യ. ദേശഭേദങ്ങളില്ല. കേരളത്തിൽ മന്ത്രിപ്പണി ചെയ്ത് നേടുന്ന പണത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ തമിഴ്നാട്ടിൽ. അതും നല്ലത്. ഒരാളും സംശയിക്കില്ല. അഴിമതിക്കെതിരെ എത്ര വേണമെങ്കിലും പ്രസംഗിക്കാം നാട്ടിൽ. ശിവഗംഗയിൽ വരുന്നത് കുറഞ്ഞ വിലയ്ക്ക് കാർ നിർമ്മിക്കാനുള്ള ഫാക്ടറിയാണ്. രാജ്യത്തിന്റെ വികസനം, ആ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ചോദിച്ചോളൂ, ശിവഗംഗ പ്രശ്നത്തിൽ നിന്നൊഴിയാൻ എന്താണ് മേനോന് വേണ്ടത്? അങ്ങനെ വിലയിട്ട് വാങ്ങാൻ കഴിയുന്നവയല്ല എന്റെ നിലപാടുകൾ. സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ മറവിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് എനിക്കറിയാം. വികസനത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യൻ ഗ്രാമങ്ങളെ കുടിയൊഴിപ്പിച്ച് മൾട്ടിനാഷണലുകൾക്ക് മറിച്ചുവിറ്റ് നിങ്ങൾ നേടുന്ന കമ്മീഷൻ, സിംഗൂരും നന്ദിഗ്രാമും പിന്നെ ഇപ്പൊ ശിവഗംഗയും. ഒന്നല്ല, 16 കുട്ടികളാണ് അനാഥരായി പോയത്. നിങ്ങൾ ഇല്ലാതാക്കിയത് അവരുടെ ബാല്യമാണ്. മാപ്പ് തരില്ല നിങ്ങൾക്ക് കാലവുമായി സന്ധി ഞങ്ങൾ ഉണ്ടായിക്കൊള്ളാം. താൻ ഒത്തുതീർപ്പിന് തയ്യാറാണോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. ഒത്തുതീർപ്പിന് തയ്യാറാവേണ്ടത് നിങ്ങളാണ്. ഉപേക്ഷിക്കണം ശിവഗംഗയിലെ കുടിയൊഴിപ്പിക്കൽ. ഒരു നേരത്തെ അന്നത്തിന് പോലും ഗതിയില്ലാത്തവരാ അവിടുത്തെ ജനങ്ങൾ. കുടിയൊഴിപ്പിച്ചാൽ അവരെങ്ങോട്ട് പോവും? എങ്ങനെ ജീവിക്കും? അതൊന്നും താൻ അറിയണ്ട. തന്റെ നിലപാട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടെ ദൗത്യം ഇവിടെ തീർന്നു. ഇനിയെല്ലാം വിധി പോലെ വരും. ഞങ്ങളുടെ അല്ല, തന്റെ. കാണാം. കാലം ഇനി അങ്ങനൊരു കൂടിക്കാഴ്ച അനുവദിച്ചാൽ. പേടിച്ചു പോയി. ഒന്നുമില്ല വൈകി, അവര് വെറുതെ. വൈക, നീ അകത്തു പോ. വൈക മാറ.
விட்டுடு. இந்த ஆளை சாவடிக்க சொல்ல ஸ்டீஃபன் சார். அரசியல்வாதிங்க கிட்ட விளையாடினா இப்படித்தான் நடக்கும். ஜாக்கிரதை. ഡോക്ടർ ശ്രീനിവാസ് അയ്യങ്കാർ, സൈക്യാട്രിസ്റ്റ്, ശിവഗംഗ. ഇതാണ് എന്റെ ഹോബി. സിനിമ കാണും. തമിഴ് സിനിമയുടെ ഒരു സ്ട്രോങ് ഫാനാണ് ഞാൻ. ജന്മം കൊണ്ട് മലയാളിയായ ഡോക്ടർ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഈ സ്ഥാനലബ്ധിയിൽ ആരോടാണ് നന്ദിയും കടപ്പാടും? മറ്റു ഡോക്ടർമാരോട്. അവർ പിന്നിൽ പോയത് കൊണ്ടാണല്ലോ എനിക്ക് മുന്നിലെത്താൻ പറ്റിയത്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇമോഷൻസ് അതടക്കി വെക്കരുത്, പ്രകടിപ്പിക്കണം. എപ്പോഴും ചിരിക്കാൻ ഉപദേശിക്കുന്ന സന്യാസിമാരുടെ കാലമാണിത്. അത്തരക്കാരുടെ നിലപാടിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നു. ദേഷ്യം വരുമ്പോ ദേഷ്യപ്പെടണം, സങ്കടം വരുമ്പോ കരയണം, സന്തോഷം വരുമ്പോ തീർച്ചയായിട്ടും ചിരിക്കണം. മനുഷ്യൻ മനുഷ്യനാകുന്നത് വികാരങ്ങൾ അടക്കി വെക്കുമ്പോഴല്ല, അത് പ്രകടിപ്പിക്കുമ്പോഴാണ്. ടെലികാസ്റ്റിംഗ് ഡേറ്റ് വിളിച്ചറിയിക്കാം. വേണ്ട, ഞാൻ TV പ്രോഗ്രാംസ് കാണാറില്ല, ഓൺലി സിനിമ. അപ്പൊ കാണാം. ഓക്കെ ഡോക്ടർ. പേഷ്യന്റ് ആണെന്ന് തോന്നുന്നു. പേഷ്യന്റ് അല്ല. അല്ല, നോവലിസ്റ്റ് ആണ്. അപ്പോ പേഷ്യന്റ് ആണ്. വാ വാ. അറിയേണ്ടത് അപ്പൻ മേനോനെ കുറിച്ചാണല്ലേ? യെസ്. വൈകിയുടെ മരണം ഉണ്ടാക്കിയ ഷോക്ക് അത് അപ്പൻ മേനോനെ ഏത് രീതിയിൽ ബാധിച്ചു കാണും എന്ന് ഊഹിക്കാം എനിക്ക്. വിശദമായിട്ട് അറിയേണ്ടത് അപ്പൻ മേനോൻ ഇവിടെ ചെലവഴിച്ച ദിവസങ്ങളെ കുറിച്ചാണ്. ഒരു പേഷ്യന്റ് എന്ന നിലയിൽ ഡോക്ടർ മനസ്സിലാക്കിയ അപ്പൻ മേനോനെ കുറിച്ച്. പേഷ്യന്റായ അപ്പൻ മേനോനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നെ കാണാമെന്ന അപ്പൻ മേനോന് ഒരസുഖമില്ലായിരുന്നു. ഡോക്ടർ, ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ഡോക്ടർ, പറ്റുന്നില്ല. ബെഡ്റൂമിൽ, കിച്ചണിൽ, യാത്രയിൽ, ഓഫീസിൽ എല്ലായിടത്തും ഒപ്പമുണ്ട് വൈക. ഡോക്ടർ, എനിക്കെന്തോ കുഴപ്പമുണ്ട്. മരിച്ചുപോയ ഭാര്യ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നത് അതൊരു രോഗമാണ്. ആൻഡ് ഐ ആം എ പേഷ്യന്റ്. എനിക്കൊരു അസുഖമില്ല എന്ന് പറഞ്ഞു വരുന്ന രോഗികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ആ ഏറ്റുപറച്ചിൽ. കുഴപ്പമുണ്ടെന്ന് തോന്നി തന്നെ ഞാൻ പരിശോധിച്ചത്. പക്ഷെ അത്ഭുതം,
ശാന്തമായ തെളിഞ്ഞ ഒരു മനസ്സാണ് അപ്പനിൽ ഞാൻ കണ്ടത്. നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെക്കുറിച്ചുള്ള സങ്കടമൊഴിച്ചാൽ ഹി വാസ് അബ്സല്യൂട്ട്ലി നോർമൽ. വൈക കൂടെ തന്നെ ഉണ്ടായിക്കോട്ടെ അപ്പ. അപ്പനെ വിട്ടുപോകാൻ ഇഷ്ടമില്ല വൈകയ്ക്ക്. ഒരുപാട് സ്നേഹിച്ചല്ലേ അപ്പൻ വൈകയെ? അതെ അതെ, ഒരുപാട്, ഈ പ്രപഞ്ചത്തോളം. പക്ഷെ കൊണ്ടുപോയി കാലം, ടൈം. 2 ദിവസം കഴിഞ്ഞ് അപ്പൻ പോയി. പിന്നെ എന്നെ കാണാൻ വരുന്നത് ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടാ. ഏടുകൊണ്ടലവാട വെങ്കട്ടരമണ ഗോവിന്ദ തിരുപ്പതിയിലാണ്. അവിടെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. തീർത്ഥാടനം? അതെ, എല്ലാ മഹാക്ഷേത്രങ്ങളിലും പോയി. മനസ്സ് ശാന്തമല്ലേ, പിന്നെന്തിനായിരുന്നു യാത്ര? വൈക പറഞ്ഞു. പിന്നെ കാശിയിൽ മഹാദേവന് മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോ മനസ്സിലൊരു സംശയം. കൃത്യമായ ഉത്തരം എനിക്കറിയില്ല. ഡോക്ടർക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണം. ചോദിച്ചോളൂ. കൊലപാതകം പാപമാണ്, പക്ഷെ കൊലപാതകം ചെയ്യുന്നവരെ കൊല്ലുന്നതോ? യെസ്, ഞാനത് ചെയ്തു ഡോക്ടർ. XMP വരദരാജ ചെട്ടിയാർ. XMLA ബാലശിംഗം. യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി. ഡോക്ടർക്ക് പേടി തോന്നുന്നുണ്ടോ? അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം. ഇപ്പൊ എന്നെ നയിക്കുന്നത് ഈ ചിന്തയാണ്. ഡോക്ടർ, യാത്ര പറയാനും കൂടിയാണ് ഞാൻ വന്നത്. ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണ് കേരളത്തിലേക്ക്. അവിടെ അവരുണ്ട്. കൃഷ്ണൻ നമ്പ്യാർ, സുലൈമാൻ സാഹിബ്, ദാമോദരൻ കർത്ത, പിന്നെ സ്റ്റീഫൻ കുര്യച്ചൻ. Their time is up. അപ്പോ അതെ, അപ്പനാണ് എല്ലാ കൊലപാതകങ്ങൾക്കും പിന്നിൽ. കൊലപാതകം ചെയ്യുന്നത് പാപം, പക്ഷെ കൊലപാതകികളെ കൊല്ലുന്നതോ? ഞാൻ അപ്പന്റെ കൂടെയാ. ഒരു തെറ്റുമില്ല അയാൾ ചെയ്തതിൽ. കൊലപാതകം പാപം, കൊലപാതകികളെ കൊല്ലുന്നതും പാപം. എന്റെ പക്ഷം അതാണ്. അറ്റാക്ക് ഈസ് നോട്ട് ദ ബെസ്റ്റ് ഡിഫൻസ്. അഹിംസ ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ്, ദ ഓൺലി ഡിഫൻസ്. മുമ്പ് തെളിയിച്ചിട്ടുണ്ട് കാലം, ഇന്നും തെളിയിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോ അതൊരു കഥാപാത്രത്തെ പിന്തുടർന്നുള്ള യാത്രയായിരുന്നു. ഇവിടുന്ന് പോകുന്നത് ഒരു കൊലയാളിയെ തേടിയാണ്. അപ്പൻ മെനോൻ ഈസ് എ ക്രിമിനൽ.